നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാലിന്റെ പ്രിയ പത്നി സുചിത്രയുടെ ജന്മദിനം. തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ പങ്കെടുത്ത വിവാഹമായിരുന്നു അത്. സുചിത്ര ജനിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ്. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാമായി മോഹൻലാലിന് വീടുകളും ഫ്ളാറ്റുകളും എല്ലാം ഉണ്ടെങ്കിലും കുടുംബം കൂടുതലും സമയം ചെന്നൈയിലാണ് താമസിക്കാറുള്ളത്. മോഹൻലാലിന്റെ പ്രിയ പത്നി സുചിത്രയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. വളരെ മനോഹരമായി ഒരു ഫോട്ടോയ്ക്കൊപ്പം സുചിത്രയ്ക്ക് പിറന്നാൾ ആശംസകളുമായി മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരുന്നു. ട്വിന്നിംഗ് ഡ്രസ്സ് ധരിച്ച് വളരെ അപൂർവമായ ഒരു ഫോട്ടോയ്ക്കൊപ്പമാണ് മോഹൻലാൽ സുചിത്രയ്ക്ക് ജന്മദിനാശംസ അറിയിച്ചത്. വിവാഹ വാർഷികത്തിനും സുചിത്രയുടെ മക്കളുടെ ജന്മദിനത്തിനും എല്ലാം മോഹൻലാൽ മറക്കാതെ ഫോട്ടോകൾ പങ്കുവയ്ക്കാറുണ്ട്. അച്ഛന് പിന്നാലെ ഇതാ മകളും അമ്മയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുകയാണ്. സുചിത്ര ഒറ്റയ്ക്കുള്ള മനോഹരമായ ഒരു ചിത്രത്തിനൊപ്പമാണ് വിസ്മയ മോഹൻലാലിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. ഈ അവിശ്വസനീയമായ സ്ത്രീക്ക് ജന്മദിനാശംസകൾ. അകവും പുറവും നിങ്ങൾ വളരെ സുന്ദരിയാണമ്മ, ഐ ലവ് യു എന്നാണ് ഫോട്ടോയ്ക്കൊപ്പം വിസ്മയ മോഹൻലാൽ കുറിച്ചത്. കഴിഞ്ഞ ആഴ്ച മോഹൻലാലിന്റെ ജന്മദിനത്തിനും വിസ്മയ പങ്കുവച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ലാലും ഭാര്യയും 2 മക്കളും മാത്രമുള്ള തീർത്തും സ്വകാര്യമായ വളരെ മനോഹരമായ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ വിസ്മയുടെ പേജിലൂടെയാണ് പുറത്തുവന്നത്. ഫാമിലി ബോണ്ടിംഗ് എത്രത്തോളം മനോഹരമാണെന്ന് ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്നാൽ കുടുംബത്തോടൊപ്പമുള്ള മനോഹര നിമിഷങ്ങളൊന്നും തന്നെ പ്രണവ് മോഹൻലാൽ ഒഴിവാക്കാറില്ല എങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ അത് പ്രകടിപ്പിക്കാറില്ല. അച്ഛന്റെ ജന്മദിനത്തിലും പോസ്റ്റ് ഇട്ടിട്ടില്ല. ഇപ്പോൾ അമ്മയുടെ ജന്മദിനത്തിലും പോസ്റ്റ് ഇട്ടിട്ടില്ല. ഇതൊന്നും പ്രണവ് മോഹൻലാലിനെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. തന്റെ യാത്രകളെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ഒക്കെയാണ് പ്രണവ് മോഹൻലാൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്രണവ് ഒരു യാത്രകൾക്ക് ശേഷം ഒരു സിനിമ എന്ന നിലയിലാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2024 പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം കഴിഞ്ഞ അപ്രത്യക്ഷനായ പ്രണവ് DS ഈറെ എന്ന ചിത്രത്തിലൂടെ ഇപ്പോൾ തിരിച്ചു വരാൻ പോവുകയാണ്. ഭൂതകാലം, ഭ്രമയുഗം എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത രാഹുൽ സദാശിവമാണ് DS ഈറോയുടെ സംവിധായകൻ. ചിത്രത്തിന്റെ പോസ്റ്ററുകളും മറ്റും പ്രണവ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചിരുന്നു. അതേസമയം വിവാഹശേഷം തുടക്ക സമയത്ത് മോഹൻലാലിന്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു സുചിത്ര താമസിച്ചിരുന്നത്. അമ്മ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സുചിത്ര ഫോളോ ചെയ്തിരുന്നു. സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് മുതൽ അമ്മയ്ക്കൊപ്പം ഇരുന്ന് സീരിയലുകൾ ആസ്വദിക്കുന്ന ഒരു പാവം മരുമകളായിരുന്നു സുചിത്ര എന്നാണ് ഇവരെ അടുത്തറിയുന്നവർ തന്നെ പറയുന്നത്. മോഹൻലാലിന്റെ എറണാകുളത്തെ വിസ്മയം എന്ന വീട്ടിലാണ് അമ്മയ്ക്കൊപ്പം സുചിത്രയും കഴിഞ്ഞിരുന്നത്. പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അധികം ഇടവേളകളില്ലാതെ തന്നെ സുചിത്ര കേരളത്തിൽ വന്നു പോകും. അമ്മ സുഖമില്ലാതെ കിടപ്പിലായിരുന്നപ്പോഴൊക്കെയും എല്ലാം നോക്കി നടത്തിയത് സുചിത്രയായിരുന്നു. എന്നും അമ്മയെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കാനും ഇടയ്ക്കിടെ ഓടി വന്ന് അമ്മയെ കാണാനും കുറച്ചു ദിവസം ഒപ്പം നിൽക്കുന്നതുമെല്ലാം സുചിത്ര സമയം കണ്ടെത്തിയിരുന്നു. അതേസമയം വിവാഹശേഷം തുടക്ക സമയത്ത് മോഹൻലാലിന്റെ അമ്മയ്ക്ക് ഒപ്പമായിരുന്നു സുചിത്ര. അമ്മയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് മോഹൻലാൽ എത്താറുണ്ട്. അമ്മയെ സ്നേഹിക്കുന്ന മകൻ 10 മടങ്ങായി ഭാര്യയെയും സ്നേഹിക്കുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടെന്നും മോഹൻലാലിന്റെ കാര്യത്തിൽ അത് വളരെ ശരിയാണെന്നും ആരാധകർ പറയുന്നു. അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, സുചിത്ര അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴും മോഹൻലാലായിരുന്നു ബൈസ്റ്റാൻഡറായി നിന്നിരുന്നത്. ഹേമ കമ്മിറ്റി വിവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന വേളയിൽ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന മോഹൻലാൽ വിശദീകരണം നൽകുന്നതിനിടെയാണ് തന്റെ പത്നി സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നതും സർജറിക്ക് വിധേയായി എന്നും പറഞ്ഞിരുന്നത്. തന്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. മാത്രമല്ല, ഭാര്യയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ എന്താണ് സുചിത്രയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നില്ല. അതേസമയം സുചിത്രയ്ക്ക് മുൻപ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചില വിവരങ്ങളുണ്ട്. 1998 ഏപ്രിൽ 28-നായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം. അന്ന് മുതൽ ലാലേട്ടന് നിഴലായി സുചിത്രയുണ്ട്. വീട്ടുകാര്യങ്ങൾക്ക് പുറമെ താരരാജാവ് തുടങ്ങിവെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയ്ക്ക് പങ്കു ചെറുതല്ല. ഇരുവരും തമ്മിൽ 10 വയസ്സ് പ്രായവ്യത്യാസമുണ്ട്. സുചിത്രയ്ക്ക് ഇപ്പോൾ 54 വയസ്സാണ് പ്രായം. എന്ത് ചെയ്താലും സുചിത്ര ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയില്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത്. മറ്റുള്ള താരങ്ങളെ പോലെ മക്കളോടും ഭാര്യയോടുമുള്ള സ്നേഹം പരസ്യമായി കാണിക്കുകയോ അതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത ഒരാളാണ് മോഹൻലാൽ. എല്ലാവരോടും ആവശ്യമായ ഡിറ്റാച്ച്മെന്റ് സൂക്ഷിച്ചാണ് താൻ സ്നേഹം പ്രകടിപ്പിക്കാറെന്നുള്ളത് മോഹൻലാൽ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അധികം അറ്റാച്ച്ഡ് ആയാൽ താൻ സ്നേഹിക്കുന്നവർക്കുണ്ടാവുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം താൻ അങ്ങനെ പെരുമാറുന്നതെന്നാണ് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞത്. അടുത്തിടെ മോഹൻലാൽ തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. അമ്മ വർഷങ്ങളായി കിടപ്പിലാണ്. നല്ല മാതാപിതാക്കൾ തന്നെയായിരുന്നു ഇരുവരും. അങ്ങനെയാണല്ലോ പറയുക. നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളും നല്ല മക്കൾക്ക് നല്ല മാതാപിതാക്കന്മാരും ഉണ്ടാകും. എല്ലാവരും നല്ല കുട്ടികളും നല്ല മാതാപിതാക്കന്മാരുമാണ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിഞ്ഞതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ നന്മ. എല്ലാ ദിവസവും എന്റെ അമ്മയെ ഞാൻ വിളിക്കാറുണ്ട്. സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും എന്നെക്കുറിച്ചാണ് എന്റെ അമ്മയുടെ കൺസേൺ. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണ്, എനിക്കറിയാം. പക്ഷേ എന്റെ അച്ഛനും അമ്മയും എനിക്ക് വളരെ സ്പെഷ്യലാണ്. സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളമാക്കിയത്. അമ്മ സംസാരിക്കുമെന്നാൽ ക്ലാരിറ്റി കുറവാണ്. എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും. സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതായതെന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത്. 10 വർഷമായി അമ്മ കിടപ്പിലാണെന്നും തന്റെ ആദ്യ സംവിധാന സംരംഭം അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ കഴിയില്ലെന്നതാണ് തന്റെ ഏറ്റവും വലിയ സങ്കടമെന്നും മോഹൻലാൽ കണ്ണു നിറഞ്ഞ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസവും തന്റെ അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു. അമൃതാനന്ദമയുടെ ഉടമസ്ഥതയിലുള്ള അമൃത ആശുപത്രിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറഞ്ഞത്. തളർന്നു പോയ തന്റെ അമ്മ ഇന്ന് സംസാരിക്കുന്നതിന് കാരണം അമൃത ആശുപത്രിയിലെ ചികിത്സയും അമൃതാനന്ദമയുടെ അനുഗ്രഹമാണെന്നാണ് നടൻ പറഞ്ഞത്. വർഷങ്ങളായി മലയാളികൾക്ക് സാന്ത്വന താങ്ങായി നിലനിൽക്കുന്ന അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്താനും എല്ലാവരോടും 2 വാക്ക് സംസാരിക്കാനും സാധിച്ചത് ഭാഗ്യമായി കാണുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് നിയോഗം എന്നതിനേക്കാൾ കർത്തവ്യമായി കണക്കാക്കുന്നു. എന്റെ അമ്മ
കഴിഞ്ഞ 13 വർഷങ്ങളായി വാക്കുകളുടെയും അല്ലാതെയും ഞങ്ങളോടെല്ലാം സംസാരിക്കും വിധം ഞങ്ങൾക്ക് കാണാനും സന്തോഷങ്ങൾ പങ്കിടാനുമാക്കി തന്നത് ഈ ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ആരോഗ്യ സേവകരുടെയും മറ്റ് പ്രവർത്തകരുടെയും ആത്മസമർപ്പണത്തോടെയുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ്. അമ്മയോടെ പ്രവേശിച്ചിരുന്ന നാളുകളിൽ ഈ ആശുപത്രി എനിക്ക് എന്റെ വീട് തന്നെയായിരുന്നു. അമ്മയുടെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എന്റെ താമസം. ഇന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ അമ്മയുടെ ശബ്ദം കേൾക്കാനും തിരക്കിനിടയിൽ നിന്നും ഓടി വരുമ്പോൾ ആ വാത്സല്യം അനുഭവിക്കാനും കഴിയുന്നത് മാതാമൃതാനന്ദമയി ദേവി അമ്മയുടെ കൃപയും ഇവിടുത്തെ സ്നേഹപരിചരണം കൊണ്ടെന്നുള്ളതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ലെന്നാണ് നടൻ പറഞ്ഞത്. അതേസമയം ഇക്കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് മോഹൻലാലും സുചിത്രയും അവരുടെ 37-ാം വിവാഹ വാർഷികം ആഘോഷമാക്കിയിരുന്നത്. ഭാര്യയ്ക്ക് സ്നേഹസുമരം നൽകിക്കൊണ്ടാണ് ആശംസയുമായി മോഹൻലാൽ എത്തിയത്. വിവാഹ വാർഷിക ആശംസകൾ പ്രിയപ്പെട്ട സുചി, എന്നും നിന്നോട് നന്ദിയുള്ളവനാണ്, എന്നും നിന്റേത് എന്നുമാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ചിത്രത്തിന് അടിക്കുറിപ്പായി മോഹൻലാൽ കൊടുത്തിരിക്കുന്നത്. പിന്നാലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയിരുന്നത്. 1988 ഏപ്രിൽ 28-നായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം. അന്നു മുതൽ ലാലേട്ടന് നിഴലായി സുചിത്രയുണ്ട്. വീട്ടുകാര്യങ്ങൾക്ക് പുറമെ താരരാജാവ് തുടങ്ങിവെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയുടെ പങ്ക് ചെറുതല്ല. സുചിത്ര ജനിച്ചതും വളർന്നതും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്. തമിഴ് സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുചിത്ര. മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്നാണ് മോഹൻലാൽ ഭാര്യയെക്കുറിച്ച് പറയാറുള്ളത്. ഞാനും എന്റെ ഭാര്യയും വല്ലപ്പോഴും കാണുന്ന ആളുകളാണ്. എന്നിരുന്നാൽ തന്നെയും കാണുമ്പോഴുള്ള ആ പെപ്പപ്പ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മളെ ഒരാളെ എങ്ങനെ ബഹുമാനിക്കുന്നോ സ്നേഹിക്കുന്നോ അതുപോലെ അവർ തിരിച്ചു ചെയ്യണമെന്നാണ്. ഞങ്ങൾ തമ്മിൽ എല്ലാം സുന്ദര മനോഹര നിമിഷങ്ങളാണ്. നിമിഷം എന്ന് പറയാനാകില്ല. നമ്മൾ അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ കുട്ടികളും കുടുംബവും ഒക്കെയായി ജീവിക്കുന്ന ആളാണെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു.